ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹമാധ്യമത്തിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിൽ മനം നൊന്ത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയതിൽ പ്രതി ഷിംജിതയ്ക്കെതിരെ ജനരോക്ഷം ഉയരുകയാണ്. ഇതിനിടയ്ക്കാണ് ബസ് യാത്രയ്ക്കിടെ ഷിംജിതയെ ഒരാൾ ശല്യം ചെയ്തു എന്ന പരാതിയുമായി സഹോദരൻ സിയാദ് രംഗത്തെത്തിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം നടന്നതെന്ന് കാണിച്ച് ഇമെയിൽ വഴിയാണ് സിയാദ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പരാതിക്കാരനായ സിയാദിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് പയ്യന്നൂർ പോലീസ് പറഞ്ഞു. അതേസമയം പ്രതി ഷിംജിത മുസ്തഫയ്ക്കെതിരായ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തുവന്നത്. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന ഷിംജിതയുടെ ആരോപണത്തെ തള്ളുന്ന വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ബസ്സിലെ CCTVയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതിൽ മനം നൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിലും ഷിംജിത പോലീസിൽ പരാതി നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഷിംജിതയുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. കുന്നമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ബസ്സിൽ വച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7ഓളം വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈഡുമായ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രതി മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പറായിരുന്നു. നിയമത്തെക്കുറിച്ച് മതിയായ അവബോധമുള്ള ആളാണ്. എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നിയമധാരികളെയോ വിവരം അറിയിക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചാൽ കുറ്റാരോപിതൻ പ്രസ്തുത വീഡിയോ കണ്ട് മാനഹാനി നേരിട്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്യാമെന്ന് വ്യക്തമായ അറിവും ബോധവും പ്രതിക്കുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഷിംജിതയുടെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ദുരനുഭവം നേരിട്ടെന്ന് പറയുന്ന പ്രതി താമസിക്കുന്ന വടകരയിലോ സംഭവം നടന്നുവെന്ന് പറയുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ അധികാരപ്പെട്ട നിയമ കേന്ദ്രങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല. സംഭവം നടന്നുവെന്ന് പറയുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദീപക്കും പ്രതിയും ബസ്സിൽ കയറിയതായും അസ്വാഭാവികമായി യാതൊന്നും നടന്നിട്ടില്ലെന്നും ഇതിൽ വ്യക്തമാണ്. ശേഷം പ്രതിയും ദീപക്കും സ്വാഭാവികമായിട്ടാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതെന്നും CCTV ദൃശ്യത്തിലൂടെ വ്യക്തമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ബസ് ജീവനക്കാരുടെ മൊഴിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാമൂഹിക മാധ്യമത്തിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ അപമാനം ഭയന്ന് മനോവിഷമത്തിലാണ് ദീപക് ജീവനൊടുക്കിയത്. ദീപക് ബസ്സിൽ കയറിയത് മുതലുള്ള ദൃശ്യങ്ങൾ ഷിംജിത ചിത്രീകരിച്ചതായിട്ടാണ് വിവരം. പ്രതി ഷിംജിതയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.